നമസ്കാരം. ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സർക്കാരിന് വിമർശനം. നിയമവാഴ്ച ഇല്ലെന്ന് കരുതുമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി. മലങ്കര സഭയിലെ 6 പള്ളികളിൽ കോടതി വിധി നടപ്പാക്കാത്ത സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെയും വിഘടിത യാക്കോബായ വിഭാഗത്തിലെ എതിർകക്ഷികൾക്കെതിരെയും ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കോടതി അലക്ഷ്യ നടപടികൾ ആരംഭിച്ചു. കോടതി അലക്ഷ്യ നടപടികൾ നേരിടുന്ന എല്ലാ കക്ഷികളും നേരത്തെ അസൗകര്യം അറിയിച്ചവർ ഒഴികെ നേരിട്ട് കോടതിയിൽ ഹാജരായി. മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കുവാൻ ഈ മാസം 29 കേസ് മാറ്റിവെച്ചു. ആ ദിവസവും എല്ലാ കക്ഷികളും നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചു. നിയമവാഴ്ച ഉറപ്പാക്കേണ്ടത് കോടതിയുടെ ഉത്തരവാദിത്തമാണെന്നും ആയതിന് ആവശ്യമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നതെന്നും കോടതി വ്യക്തമാക്കി. DNB റേഡിയോ ഡയഗ്നോസിസ് കോഴ്സിൻ്റെ പ്രഖ്യാപനവുമായി പരുമല ആശുപത്രി. പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ ലോക റേഡിയോളജി ദിനാചരണം നടത്തപ്പെട്ടു. ആശുപത്രി CEO ഫാദർ MC പൗലോസിൻ്റെ സാന്നിധ്യത്തിൽ കൂടിയ ചടങ്ങിൽ അടൂർ കടമ്പനാട് ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ അപ്രേം തിരുമേനി അധ്യക്ഷത വഹിച്ചു. യോഗത്തിൻ്റെ ഉദ്ഘാടനവും ഡൽഹി നാഷണൽ ബോർഡിൻ്റെ DNB റേഡിയോ ഡയഗ്നോസിസ് കോഴ്സിൻ്റെ പ്രഖ്യാപനവും ബഹുമാനപ്പെട്ട കേരള കൃഷിവകുപ്പ് മന്ത്രി ശ്രീ P. പ്രസാദ് നിർവഹിച്ചു. മെഡിക്കൽ കോളേജുകളിലെ MD റേഡിയോ ഡയഗ്നോസിസിന് തത്തുല്യമായ PG കോഴ്സാണ് DNB റേഡിയോ ഡയഗ്നോസിസ്. 3 വർഷം ദൈർഘ്യമുള്ള ഈ കോഴ്സിലേക്ക് MBBS കഴിഞ്ഞവർക്കാണ് പ്രവേശനം ലഭിക്കുക. കരൾ സംബന്ധമായ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ നൽകാനായി പ്രവർത്തനം ആരംഭിക്കുന്ന ഫാറ്റി ലിവർ ക്ലിനിക്കിൻ്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ താരം ശ്രീ വിനയ് ഫോർട്ട് നിർവഹിച്ചു. പ്രസ്തുത യോഗത്തിൽ പരുമല ക്ലിനിക്കൽ റേഡിയോളജി വിഭാഗം, ഫാറ്റി ലിവർ ക്ലിനിക്കിൻ്റെ ആവശ്യകത, ക്യാൻസർ സംബന്ധ രോഗനിർണയത്തിൽ റേഡിയോളജിസ്റ്റിൻ്റെ പ്രാധാന്യം എന്നിവയെപ്പറ്റി ഡോക്ടർമാരായ അനിരുദ്ധ് V. നായർ, ജോബിൻ വർക്കി പോത്തൻ, ആദിത്യദാസ് എന്നിവർ ക്ലാസുകൾ നയിച്ചു. ആശുപത്രി ഫിനാൻസ് കോർഡിനേറ്റർ ഫാദർ തോമസ് ജോൺസൺ കോറപ്പിസ്കോപ്പ, ചാപ്ലിൻ ഫാദർ ജിജു വർഗീസ്, മാനേജിംഗ് കമ്മിറ്റി അംഗമായ ഫാദർ റോയ് P. തോമസ്, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഷെറിൻ ജോസഫ്, പരുമല റേഡിയോളജി വിഭാഗം കൺസൾട്ടന്റുമാർ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, റേഡിയോഗ്രാഫർ, MRI സൂപ്പർവൈസർ എന്നിവർ സന്നിഹിതരായിരുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കാതോലിക്കേറ്റ് ആൻഡ് MD സ്കൂൾസിൻ്റെ കീഴിലുള്ള പുത്തൻകാവ് മാർ പീലക്സിനോസ് UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപനം സ്കൂൾ മാനേജർ അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പൊലീത്ത നിർവഹിച്ചു. സ്കൂൾ കോർഡിനേറ്റർ ഫാദർ ബിജു മാത്യു, അധ്യാപകർ എന്നിവർ സന്നിഹിതരായിരുന്നു. ബാലസമാജം മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കുഞ്ഞുങ്ങളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും പേപ്പർ ക്രാഫ്റ്റ് വർക്ക് പരിശീലനവും ക്രാഫ്റ്റ് വർക്ക്ഷോപ്പ് വിത്ത് ഫണ്ണി ടൈംസ് ക്ലാസ് മാവേലിക്കര തയോഫോൻ അരമനയിൽ വച്ച് നടത്തപ്പെട്ടു. ഭദ്രാസന മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ എബ്രഹാം മാർ എപ്പിഫാനിയോസ് തിരുമേനി ഉദ്ഘാടനം നിർവഹിച്ച് കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിച്ചു. ഇന്ത്യൻ സ്കൂൾ ഓഫ് ആക്ടിംഗ് ആൻഡ് ആങ്കറിംഗ് ഡയറക്ടർ, മോട്ടിവേഷണൽ ട്രെയിനർ ശ്രീ ടിജു തോമസ് തുമ്പമൺ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. മലങ്കര സഭ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഫാദർ മനീഷ് മാത്യു, ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോൺ സീപ്പൻ, ഫാദർ ജസ്റ്റിൻ ജോസ്, ജനറൽ സെക്രട്ടറി ജിബിൻ ജേക്കബ് അലക്സ്, ട്രഷറർ ഷൈനി ബെൻസൺ, മധ്യമേഖല സെക്രട്ടറി അനൂപ് മാത്യു പോൾ, ജൂബി ആൻഡ് ജോൺ എന്നിവർ സംസാരിച്ചു. ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിലായി നിരവധി കുഞ്ഞുങ്ങൾ ക്ലാസ്സിൽ പങ്കെടുത്തു. പുണ്യശ്ലോകനായ വയലിപ്പറമ്പിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 58ാമത് ഓർമ്മപ്പെരുന്നാൾ നവംബർ 9 ശനിയാഴ്ച ആലുവ തൃക്കുന്നത്ത് സെമിനാരിയിൽ ഭക്തിപുരസ്സരം ആചരിച്ചു. മലങ്കര സഭയുടെ അങ്കമാലി ഭദ്രാസനത്തിൻ്റെ ഇടയനായിരുന്നു അദ്ദേഹം. പ്രശസ്തമായ വയലിൽപ്പറമ്പിൽ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് പരിശുദ്ധ സഭയൊന്നാകണം എന്ന് വളരെ ആഗ്രഹിച്ച ശ്രേഷ്ഠ വ്യക്തിത്വത്തിനുടമയായിരുന്നു അഭിവന്യ പിതാവ്. പരിശുദ്ധ സഭയിലെ ഭിന്നിപ്പിനും വഴക്കിനും എന്തു വില കൊടുത്തും അറുതി വരുത്തണമെന്ന ആഗ്രഹത്തിൽ നിലകൊണ്ട് സഭ ഒന്നായപ്പോൾ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ ബാവായുടെ കീഴിൽ പുരാതന അങ്കമാലി മെത്രാസനത്തിൻ്റെ ചുമതല ശ്രേഷ്ഠമായി നിർവഹിച്ചു. പരിശുദ്ധ സഭയുടെ യോജിപ്പിൻ്റെ സുവർണ കാലഘട്ടം തന്നെ ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അങ്കമാലി മെത്രാസന ആസ്ഥാനമായ തൃക്കുന്നത്ത് സെമിനാരിയിൽ കബറടക്കി.
അങ്കമാലി ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിവന്യ യൂഹാനോൻ മാർ പോളിക്കാർപ്പോസ് തിരുമേനി ഓർമ്മ പെരുന്നാളിന് മുഖ്യകാർമ്മികത്വം വഹിച്ചു. സഭയുടെ അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി നാഗാലാൻഡ് ദിമാപൂർ MGM കോളേജ് സന്ദർശിച്ചു. കൽക്കട്ട ഭദ്രാസന മെത്രാപ്പോലിത്തയും MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മാനേജരുമായ അഭിവന്യ അലക്സിയോസ് മാർ യൗസേബിയോസ് തിരുമേനി നാഗാലാൻഡ് ദിമാപൂരിലെ MGM കോളേജിൻ്റെ 38ാമത് ആനുവൽ ഡേ പ്രമാണിച്ച് പർപ്പസ് ആൻഡ് വിഷൻ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തു. ബുദ്ധിയും സ്വഭാവവും പരിപോഷിപ്പിക്കേണ്ടതിൻ്റെ പ്രാധാന്യം അടിവരയിട്ട് അക്കാദമിക് നേട്ടങ്ങളെ മറികടക്കുന്ന വിദ്യാഭ്യാസം പിന്തുടരാൻ വിദ്യാർത്ഥികളോടും അധ്യാപകരോടും അഭിവന്യ തിരുമേനി ആഹ്വാനം ചെയ്തു. ഒരുവനെ തീവ്രമായി ചിന്തിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനും പഠിപ്പിക്കുക എന്നതാണ് വിദ്യാഭ്യാസത്തിൻ്റെ ധർമ്മം എന്ന് ഡോക്ടർ മാർട്ടിൻ ലൂതർ കിങ് ജൂനിയറിനെ ഉദ്ധരിച്ച് അദ്ദേഹം സദസ്സിനെ ഉദ്ബോധിപ്പിച്ചു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ കാലഘട്ടത്തിലെ വളർച്ചയെ അംഗീകരിച്ചുകൊണ്ട് അഭിവന്യ പിതാവ് വിദ്യാർത്ഥികളെ അവരുടെ അക്കാദമിക് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ഉപകരണമായി AI സ്വീകരിക്കുവാൻ ഉപദേശിച്ചു. സാങ്കേതികവിദ്യ അപാരമായ സാധ്യതകൾ പ്രദാനം ചെയ്യുമ്പോൾ യഥാർത്ഥ വിദ്യാഭ്യാസം ജ്ഞാനത്തിലും ധാർമ്മികതയിലും സ്വഭാവത്തിലും വേരൂന്നിയതാണെന്ന് അദ്ദേഹം ഊന്നിപ്പറഞ്ഞു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ഗിജു ജോർജ്, പ്രിൻസിപ്പൽ ഡോക്ടർ RK ബെഹ്റ, അസിസ്റ്റന്റ് പ്രൊഫസർ, ചരിത്ര വിഭാഗം മേധാവി എന്നിവർ സംബന്ധിച്ചു. വന്യനായ ദിവ്യശ്രീ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ്റെ 212ാമത് ഓർമ്മ പെരുന്നാൾ അടൂർ കണ്ണങ്കോട് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ആചരിച്ചു. ഓർമ്മ പെരുന്നാളിന് അഭിവന്യ യൂഹാനോൻ മാർ പോളിക്കാർപ്പോസ് തിരുമേനിയും അഭിവന്യ സക്കറിയാസ് മാർ അപ്രേം തിരുമേനിയും മുഖ്യകാർമ്മികത്വം വഹിച്ചു. മലയാളത്തിലെ ആദ്യ വേദപുസ്തക പരിഭാഷകനാണ് വേദരത്നം വന്യ ദിവ്യശ്രീ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ. വിശ്വാസികൾക്ക് അവരുടെ തനത് ഭാഷയിൽ വിശുദ്ധ വേദപുസ്തകമെന്ന സ്വപ്ന സാക്ഷാത്കാരത്തിന് ഫിലിപ്പോസ് റമ്പാൻ വഹിച്ച പങ്ക് അവിസ്മരണീയമാണ്. ബൈബിൾ തർജ്ജമ കൂടാതെ സുറിയാനി ഭാഷയിലും റമ്പാൻ കൃതികൾ രചിച്ചു. സുറിയാനി കാവ്യശൈലിയിൽ അദ്ദേഹം അഗ്രഗണ്യനായിരുന്നു. നിരണം ഗ്രന്ഥവരിയുടെ ചില ഭാഗങ്ങൾ, ഈവാനിയോസ് യൂഹാനോൻ്റെ മെമ്രാകളുടെ പരിഭാഷ തുടങ്ങിയ രചനകളും അദ്ദേഹം നിർവഹിച്ചു. ഈ വന്യതാപസൻ്റെ സംഭാവനകളെ മാനിച്ച് മലയാള വേദപുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെ 200ാം വാർഷികത്തോടനുബന്ധിച്ച് 2013 മാർച്ച് മാസം 9-ാം തീയതി പരിശുദ്ധ സഭ അദ്ദേഹത്തിന് വേദരത്നം എന്ന നാമം നൽകി ആദരിച്ചു. കണ്ണങ്കോട് പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന റമ്പാൻ്റെ കബറിടത്തിൽ കണ്ണീരോടെ മധ്യസ്ഥത യാചിക്കുന്നവർ അനേകരാണ്. 2024 വേദരത്ന പുരസ്കാരം മലയാള സിനിമയ്ക്ക് നൽകിയ മികച്ച സംഭാവനയ്ക്ക് സംവിധായകൻ ശ്രീ ബ്ലെസ്സിക്ക് അഭിവന്യ സക്കറിയാസ് മാർ അപ്രേം മെത്രാപ്പൊലീത്ത കൈമാറി. ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ച് സന്ധ്യാനമസ്കാരത്തെ തുടർന്ന് ധ്യാനയോഗങ്ങൾ, ഭക്തിനിർഭരമായ റാസ, ശ്ലൈഹിക വാഴ്വ്, കബറിങ്കൽ ധൂപാർപ്പണം, നേർച്ച എന്നിവ നടത്തപ്പെട്ടു. വിശുദ്ധ വേദപുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയ വന്യ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ ഭാരത ക്രൈസ്തവ ചരിത്രത്തിലെ അതുല്യ പ്രതിഭയാണെന്ന് പരുമല സെൻറ് ഗ്രിഗോറിയോസ് ആശുപത്രി CEO ഫാദർ MC പൗലോസ് പറഞ്ഞു. വന്യ കായംകുളം ഫിലിപ്പോസ് റമ്പാൻ്റെ ഓർമ്മയോടനുബന്ധിച്ച് മാതൃ ഇടവകയായ കായംകുളം കാദീശ കത്തീഡ്രലിൽ യുവജന പ്രസ്ഥാനം സംഘടിപ്പിച്ച അനുസ്മരണത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഫാദർ MC പൗലോസ്. റോട്ടറി ക്ലബ്ബ് ഓഫ് കൊച്ചിൻ ഗ്ലോബലിൻ്റെയും ഇടുക്കി ഭദ്രാസനത്തിലെ സെൻറ് ഗ്രിഗോറിയോസ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചക്കുവളം ഗെത്സിമോൻ അരമന ഓഡിറ്റോറിയത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെട്ടു. സംസ്ഥാനത്തെ പ്രമുഖ ഹോസ്പിറ്റലുകളിലെ ഡോക്ടർമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തിയ ഏകദിന മെഡിക്കൽ ക്യാമ്പ് തികച്ചും സൗജന്യമായിരുന്നു. ക്യാമ്പിൽ 1500ഓളം പേർ പങ്കെടുത്തു. രജിസ്റ്റർ ചെയ്ത മുഴുവൻ പേർക്കും രോഗപരിശോധനയും ചികിത്സാ നിർണയവും ലഭ്യമാക്കി. പ്രമുഖ ഹൃദയമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിദഗ്ധൻ പത്മശ്രീ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുറത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാരുടെ സംഘമാണ് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകിയത്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ആരാധന സംഗീത വിഭാഗമായ ശ്രുതി സ്കൂളിൻ്റെയും കോട്ടയം വൈദിക സെമിനാരിയുടെയും ആഭിമുഖ്യത്തിൽ റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ ആരാധനാ സംഗീതം ആസ്വദിക്കുവാനുള്ള അവസരം ഒരുങ്ങുന്നു. നവംബർ മാസം 19-ന്
വൈകുന്നേരം 7 മണിക്ക് കോട്ടയം മാമൻ മാപ്പിള ഹാളിലും നവംബർ 20 വൈകുന്നേരം 7 മണിക്ക് പരുമല സെമിനാരി ഹാളിലും സംഗീത സായാഹ്നങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. മലങ്കര സഭയുടെ ബോംബെ ഭദ്രാസനാധിപൻ അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പോലീത്തയും ഭദ്രാസന സഹായ മെത്രാപ്പോലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ തെയോഫിലോസ് മെത്രാപ്പോലീത്തയും മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണനെ രാജ്ഭവനിൽ സന്ദർശിച്ചു. ഫാദർ അബ്രഹാം ജോസഫ്, ഫാദർ ജോൺ മാത്യു, മിസ്റ്റർ സജീവ് രാജൻ എന്നിവരും സന്നിഹിതരായിരുന്നു. മലങ്കര സഭയിലെ മികച്ച കർഷകനെ ആദരിക്കുന്നതിനു വേണ്ടി ദുബായ് സെൻറ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ക്രൈസ്തവ യുവജന പ്രസ്ഥാനം ഏർപ്പെടുത്തിയിട്ടുള്ള പരിശുദ്ധ വട്ടശ്ശേരിൽ മാർ ദിവന്നാസ്യൂസ് കാർഷിക അവാർഡ് 2024 അർഹനായ ശ്രീ മാത്യു എബ്രഹാമിനും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് 2019 ബാച്ച് MBBS പരീക്ഷയിൽ ഒബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്ക് 1ാം റാങ്ക് ലഭിച്ച ഡോക്ടർ ബിൻസി M. ബാബുവിനും ലണ്ടൻ സൗത്ത് ബാങ്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഹെൽത്ത് കെയർ ചാപ്ലൻസി പോസ്റ്റ് ഗ്രാജുവേഷൻ കരസ്ഥമാക്കിയ വന്യ എബി ഫിലിപ്പ് മംഗലത്തിൽ അച്ഛനും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ മീഡിയ വിംഗ് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.